അവിടുത്തെ പത്രങ്ങൾ പറയുന്നത് ഇതുമായിട്ട് വ്യാഖ്യാനിക്കുകയൊന്നും ചെയ്യരുത്. അവരുടെ എക്സ്പേർട്ടുകൾ എന്ന് പറയുന്നത് പലരും ഈ നിങ്ങൾ മനസ്സിലാക്കി ഇന്ത്യയിൽ വന്നിരുന്ന് പറയുന്ന ടെലിവിഷനിൽ പറയുന്ന പോലെ എക്സ്പേർട്ടുകളല്ല അവരധികം. അവരൊരു ലോബിങ് പാർട്ടായിട്ട് വരുന്ന എക്സ്പേർട്ടുകളാണ്. അതായത് ഈ വെളുത്ത സായിപ്പന്മാർ, അതായത് ആ സ്കിൻ കളറുള്ളവർ, അവർ ഓരോരുത്തർക്കും ലോബിങ് ചെയ്യുന്ന ആൾക്കാരാണ്. ട്രംപുമായിട്ട് നേരത്തെ അടുപ്പമുള്ളവരുണ്ടായിരുന്നു, അവരെ പിണങ്ങിയവരുണ്ട്, അവർ ട്രംപിനെ തെറി വിളിക്കുന്നു. ഇതൊക്കെ അവിടെ ഉള്ളതാണ്. പക്ഷേ ഇതൊന്നും ഇന്ത്യയെ വലിയ പ്രശ്നമാണ്. ഇതൊക്കെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ജനാധിപത്യ രാജ്യം. ഇഷ്ടമുള്ള രീതിയിൽ, ഇഷ്ടമുള്ള വോയിസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറയാൻ സാധിക്കും. അതാണ് ആ രാജ്യം. അൾട്ടിമേറ്റ്ലി ആ രാജ്യക്കാരൻ്റെ പ്രധാന സംഭവം എന്ന് പറഞ്ഞാൽ ആ രാജ്യം പുറകോട്ട് പോകരുത്, മുന്നോട്ട് പോകണം. ഇറാൻ തന്നെ കയറി പിടിക്കുകയാണെങ്കിൽ അത് അമേരിക്കയുടെ അഡ്വാൻറ്റേജ്. വെന്യൂസിൽ കയറി പിടിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ എണ്ണ മുഴുവൻ അമേരിക്കയുടെ കസ്റ്റഡിയിലായി. അമേരിക്കൻ കമ്പനികളാണത് ചെയ്യുന്നത്. ചൈനീസ് കമ്പനികൾ ദൂരെ കളഞ്ഞു. ഈ പറയുന്ന പോലെ റഷ്യ ഒരിടത്തങ്ങ് എൻഗേജ്ഡായി. അവർക്കൊന്നും വോയിസ് ഇല്ല. ചൈനയാണെങ്കിൽ ചൈനീസ് എക്കോണമി വളരെ നാളിന് ശേഷം, എത്രയോ വർഷങ്ങൾക്ക് ശേഷം അത് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. ഇതാണല്ലോ ഗ്ലോബൽ എക്കോണമിയുടെ ഇപ്പോഴത്തെ പൊസിഷൻ എന്ന് പറയുന്നത്. യൂറോപ്പിനെ പറ്റി നിങ്ങൾക്ക് എടുത്തു നോക്കുക. യൂറോപ്യൻ എക്കോണമി ഇനി മുന്നോട്ട് പോകത്തില്ല. ഇനി വരാൻ പോകുന്ന എക്കോണമി എന്ന് പറയുന്നത് വെസ്റ്റ് ഏഷ്യയാണ്. അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റിനും അമേരിക്കൻ കമ്പനികൾക്കും വെസ്റ്റ് ഏഷ്യയോട് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇലോൺ മസ്ക് ആണെങ്കിലും മറ്റു പലരും പോയിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ കാര്യം അതാണ്. കാരണം എനർജിയുണ്ട്, ഒരു പുതിയ ലോകത്തെ ഉണ്ടാക്കിയെടുക്കാം. ഈ പറയുന്ന സൗദി ആണെങ്കിൽ UAE ആണെങ്കിൽ ഈ രാജ്യങ്ങളെല്ലാം അമേരിക്ക പറയുന്നത് കേട്ട് മുന്നോട്ടങ്ങ് പോയിക്കോളും. ഈ ഫ്രാൻസിനും UK അവിടെ ഫ്രാൻസിലും UK ഒക്കെ പോയ മലയാളികൾക്ക് അറിയാം അവിടെ ജോലിക്കുള്ള ബുദ്ധിമുട്ട്, അവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. അവരുടെ എക്കോണമി താഴോട്ട് പോവുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലെ സ്ഥിതി പൊതുവെ ഇങ്ങനെയാണ്, ഇൻക്ലൂഡിങ് ജർമ്മനി പോലും. അതായത് അവർക്കൊന്നും ലോകത്തിന് പുതിയൊരു എക്കോണമി കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇവിടെയാണ് അമേരിക്ക ഈ മിഡിൽ ഈസ്റ്റ് കയറി ഇടപെട്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഡോമിനേഷനിൽ, അവരുടെ കസ്റ്റഡിയിൽ ഇതിനെ കൊണ്ടുവരണം. അതിനവർ യുറേനിയം എന്നും ഹോർമുസ് എന്നും അതും ഇതും ഒക്കെ അങ്ങ് പറയും. അത് തടയും, ഇത് തടയും. ഇതിനകത്ത് അവർക്ക് ചിലവൊക്കെ ഉണ്ട്. ചിലപ്പോൾ അവർക്ക് 200-300 ബില്യൺ അവർ ചിലവാക്കും. പക്ഷെ കിട്ടാൻ പോകുന്ന ട്രില്യനാണ്. ഇതാണ് ബിസിനസ് എന്ന് പറയുന്നത്. വാറെന്ന് പറയുന്നൊരു ബിസിനസ്സാണ്. കാരണം ലോങ് ടൈമാണ് ഇത്, ഷോർട്ട് ടൈം അല്ല. ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും ഷോർട്ട് ടൈമാണ് ഗെയിൻ നോക്കുന്നത്. അമേരിക്ക ഇപ്പോഴും ലോങ് ടൈം ഗെയിനാണ് നോക്കുന്നത്.